മലപ്പുറം എടയൂരിൽ സർക്കാർ അനുവദിച്ച മിച്ചഭൂമിയിൽ നിന്നും ചെങ്ങറ സമരക്കാരായ 8 കുടുംബങ്ങൾ കുടിയിറങ്ങി. നടവഴിയില്ലാത്തതും കാട് നിറഞ്ഞതുമായ കുന്നിൻ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇവർ കുന്നിറങ്ങിയത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെടുന്ന ഈ കുടുംബങ്ങൾ കഴിഞ്ഞ 6 വർഷമായി കടുത്ത അവഗണനയാണ് നേരിടുന്നത്. എടയൂർ ചെങ്കുണ്ടമ്പടി റോഡിൽ നിന്നും ചാടിയിറങ്ങി വേണം ചെങ്ങറ സമരക്കാർക്ക് ലഭിച്ച ഭൂമിയിൽ പ്രവേശിക്കാൻ. വഴിയാണെങ്കിൽ അതീവ ദുർഘടം. റോഡ് നിർമ്മിക്കണമെന്ന ഇവരുടെ ആവശ്യം ആരും ചെവിക്കൊണ്ടില്ല. ഭൂമി ലഭിച്ച് 6 വർഷം കഴിഞ്ഞിട്ടും ദുരിതം തുടർന്നപ്പോൾ 10-ൽ 8 കുടുംബങ്ങളും കുടിയിറങ്ങി. അന്തിയുറങ്ങിയ കുടിലുകൾ ഉപേക്ഷിച്ചാണ് 6 കുടുംബങ്ങൾ സ്ഥലം വിട്ടത്. 2 കുടുംബങ്ങൾ വീട് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കുന്നിറങ്ങി. കൊല്ലം ചരിവിള സ്വദേശിയായ ഓമന 6 വർഷം ഈ ഷെഡിൽ താമസിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി അവർ ഒരു വീട് നിർമ്മിക്കാൻ ശ്രമിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അവർക്ക് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ കഴിഞ്ഞ ദിവസം അവർ തങ്ങളുടെ ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റി. കഷ്ടപ്പാട് സഹിച്ചും ഇവിടെ താമസിക്കുന്ന 2 കുടുംബങ്ങളിലൊന്ന് ഗോപാലന്റേതാണ്. ഒപ്പമുണ്ടായിരുന്ന കുടുംബങ്ങൾ കുടിയിറങ്ങിയതിന്റെ കാരണം ഗോപാലൻ പറയും. കാറ് കിടക്കുന്നതാണ് റോഡ്, അതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന വീടാണ്. എനിക്ക് അവിടുന്ന് ചാടിയാണെങ്കിലും ഇപ്പുറത്തേക്ക് കിടക്കാം, പക്ഷേ മറ്റുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട്. പുറകോട്ടുള്ള വീട്ടുകാർക്കാണ് ഭയങ്കര ദുരിതം. അതിലാണ് എല്ലാവരും ഇവിടുന്ന് സൗകര്യമില്ല എന്ന് പറഞ്ഞ് പോകുന്നത്. 2010-ൽ ഈ ഭൂമി അനുവദിക്കുമ്പോൾ 1 വർഷത്തിനകം സ്ഥലം പൂർണ്ണവാസയോഗ്യമാക്കുമെന്ന ഉറപ്പ് സർക്കാർ നൽകിയിരുന്നു. ക്യാമറമാൻ വിബി തടത്തിലിനൊപ്പം MK ഷുക്കൂർ, മീഡിയ 1, മലപ്പുറം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ MK ഷുക്കൂറുണ്ട്. MK ഷുക്കൂർ, ഇപ്പോഴും അവിടെ ഏതെങ്കിലും കുടുംബങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? ഇവരുടെ പരാതികളിൽ ജില്ലാ ഭരണകൂടം ബന്ധപ്പെട്ട അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചില്ലേ? അഷ്റഫ്, 2010-ലാണ് ചെങ്ങറയിൽ നിന്നുള്ള 10 കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ എടയൂരിലെ ചെങ്കുണ്ടപ്പടിയിൽ ഭൂമി അനുവദിച്ചത്. ഇതിൽ 10 SC കുടുംബങ്ങളും 8 SC കുടുംബങ്ങളും 2 ST കുടുംബങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഈ കുടുംബങ്ങളിൽ ഓരോന്നും 8 കുടുംബങ്ങൾക്ക് 1/2 ഏക്കർ വീതവും ബാക്കി 2 കുടുംബങ്ങൾക്ക് 1 ഏക്കർ വീതം ഭൂമിയുമാണ് നൽകിയത്. ഇവർക്ക് ഭൂമി നൽകുമ്പോൾ സർക്കാർ നൽകിയിരുന്ന ഉറപ്പ് 1 വർഷത്തിനകം പൂർണ്ണ വാസയോഗ്യമായ ഒരു ഭൂമിയാക്കി ഇതിനെ മാറ്റുമെന്നാണ്. വെള്ളം, വൈദ്യുതി, വീട് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ലഭ്യമാക്കുമെന്ന ഒരു ഉറപ്പ് നൽകിയിരുന്നു. അവർ അവിടെ വന്ന് താമസവും ആരംഭിച്ചു. ഷെഡ് കെട്ടിയാണ് താമസം ആരംഭിച്ചത്. പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് 4 കുടുംബങ്ങൾക്ക് വീട് അനുവദിച്ചു. SC കുടുംബങ്ങളായ 2 കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും ST കുടുംബങ്ങൾക്ക് 2.5 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. ഇതിൽ 2 കുടുംബങ്ങൾ, അതായത് 2.5 ലക്ഷം രൂപ ലഭിച്ച 2 കുടുംബങ്ങൾ അവിടെ വീട് വെച്ചു. അവർ ബാക്കി ചില സൗകര്യങ്ങൾ കൂടി ഉപയോഗിച്ചാണ് വീട് വെച്ചത്. കാരണം 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കാൻ മതിയായ ഒരു തുകയല്ല. ബാക്കി 2 കുടുംബങ്ങൾ പക്ഷേ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ ഇപ്പോൾ ആ വീട് നിർമ്മാണം പാതി വഴിയിലാക്കി അവർ അവിടെ നിന്ന് പോവുകയാണ്.